മതതീവ്രവാദികൾ നിരപരാധികളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി നിറയൊഴിച്ച് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷവും അവരെ വെറുതെ വിട്ടില്ല. കൊല്ലുന്നതിന് മുൻപേ തന്നെ പേര് ചോദിച്ച് ഉറപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം തുണിയൂരി മതം ഉറപ്പിച്ചു. ഈ ഭ്രാന്തന്മാർ വെറി പിടിച്ച നായയെ പോലെ മൃതദേഹത്തിൽ നിന്നും പാൻറ് വലിച്ചൂരി സ്വകാര്യ ഭാഗം പരിശോധിച്ച് മതം ഉറപ്പിച്ചു എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൃതദേഹങ്ങൾ വീണ്ടെടുത്ത സൈനിക ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട 26 പേരിൽ 20 പേരുടെയും മൃതദേഹങ്ങളിൽ പാൻറ്റുകൾ വലിച്ചൂരിയ നിലയിലായിരുന്നു. സിബുകൾ തുറന്നും അടിവസ്ത്രവും സ്വകാര്യ ഭാഗവും പുറത്തു കാണുന്ന നിലയിലുമാണ് മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അർദ്ധനഗ്നമായ മൃതദേഹങ്ങൾ ബൈസർണയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തുണി കൊണ്ട് മൂടിയാണ് എന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ മതം ഉറപ്പിക്കുന്നതിനായാണ് മൃതദേഹത്തിൽ നിന്നും വസ്ത്രം നീക്കി പരിശോധന നടത്തിയതെന്നാണ് വിവരം ലഭ്യമാകുന്നതും. അതുപോലെ തന്നെ കലീമ ചൊല്ലാൻ ആവശ്യപ്പെട്ടും പേര് ചോദിച്ചും തിരിച്ചറിയൽ രേഖകൾ നോക്കി ഉറപ്പാക്കിയാണ് കൂടെയുള്ളവരെ തലയ്ക്ക് നേരെ വെടിവെച്ച് കൊന്നതിന് ശേഷം രക്ഷപ്പെട്ടവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മകളും ഇക്കാര്യങ്ങൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ജീവനറ്റ ശരീരത്തോട് പോലും പകയും മതവിദ്വേഷവും തലയിൽ പേറിയാണ് ഇക്കൂട്ടർ ഓരോ നിരപരാധികളെയും അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ശവന്തീനികളായ മതഭ്രാന്തന്മാരെ വേരോടെ തന്നെ ഇല്ലായ്മ ചെയ്യണം എന്നത് തന്നെയാണ് ഒരേ ശബ്ദത്തിൽ എല്ലാവരും പറയുന്നത്. ഇന്ത്യയുടെ വാലിൽ കെട്ടാൻ പോലും പാകിസ്ഥാനില്ല. എന്നാൽ അവരുടെ അഹങ്കാരം പറഞ്ഞാലും തീരില്ല. സ്വന്തം രാജ്യത്തെ പട്ടിണി മാറ്റാൻ അവർ പ്രവർത്തിക്കേണ്ടതിന് പകരമാണ് തീവ്രവാദി കുപ്പായം എടുത്ത് അണിഞ്ഞുകൊണ്ട് നിരപരാധികളായ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ അതിൽ ഒരു കുതിരക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മുസൽമാനായിട്ട് പോലും നിഷ്കർണം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ എന്താണ് ഇവർ ഇത്തരത്തിൽ തിരഞ്ഞു പിടിച്ചുകൊണ്ട് കൊല്ലുന്നതെന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തിയിരിക്കുന്നതും. അതേസമയം കഴിഞ്ഞ ദിവസം വ്യാപക പ്രതിഷേധമാണ് പാകിസ്ഥാനിലടക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വന്തം ജനത തന്നെയാണ് ഇപ്പോൾ അവർക്ക് തലവേദനയായി മാറിയിരിക്കുന്നതും. പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിച്ചും പരിഹസിച്ചുമാണ് അവർ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. അവർ ഇന്ത്യയോട് കാണിച്ച നെറുകേടിനെ വെള്ളപൂശാൻ ശ്രമം നടക്കുമ്പോൾ തന്നെയാണ് പാക് പൗരന്മാർ തന്നെ പാകിസ്ഥാനിന് നേരെ തിരിഞ്ഞുകൊണ്ട് കൊത്തുന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ കനത്ത തിരിച്ചടി നേരിട്ടതോടെ തന്നെ പാകിസ്ഥാനികൾ സ്വന്തം സർക്കാരിനെതിരെ ട്രോളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മീമുകളിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും അവർ തങ്ങളുടെ സർക്കാരിനെതിരായ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ചിലർ പങ്കുവച്ച ട്രോളുകളും കമന്റുകളും ഒക്കെ ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ യുദ്ധ വെല്ലുവിളികൾ ഉയരുമ്പോൾ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു സംഘർഷം താങ്ങാനാകുമോ എന്ന് പാകിസ്ഥാനികൾ ആശങ്കാകുലരാണ്. ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനുമായി യുദ്ധം വേണമെങ്കിൽ 9 മണിക്ക് മുൻപേ അത് പൂർത്തിയാക്കണമെന്ന് ഒരു വ്യക്തി എക്സിൽ പരിഹാസത്തോടെ തന്നെ കുറിച്ചിരിക്കുകയാണ്. കാരണം അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഭക്ഷണം, വെള്ളം, ഭിക്ഷ, ഇപ്പോൾ ഗ്യാസ്. അവർ ഒരു ദരിദ്ര രാഷ്ട്രമാണെന്നാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അവർ അറിയാം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു ഇയാൾ കമന്റ് ചെയ്തിരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.